കേരള ക്രൈം ഫയൽ സീസൺ 2 അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത് അർജുൻ രാധാകൃഷ്ണൻ, ലാൽ, അജു വർഗീസ്, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ക്രൈം മിസ്റ്ററി ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ ഒരു സിവിൽ പോലീസ് ഓഫീസറിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇത്തവണ ഈ സീസണിൽ കേരള ക്രൈം ഫയൽസ് പറയുന്നത്. ഫസ്റ്റ് സീസണ് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ പൊളി സാധനം എന്ന് തന്നെ പറയാം. നമ്മുടെ CBI ഫിലിം ഫ്രാഞ്ചൈസ് പോലെ മലയാളത്തിലെ വളരെ പ്രബലമായിട്ടുള്ള ഒരു കുറ്റാന്വേഷണ സീരീസ് ആയിട്ട് കേരള ക്രൈം ഫയൽസ് സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് കണ്ട ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പോലും അതിനോടെല്ലാം കിടപിടിക്കുന്ന അത്രയും ക്വാളിറ്റിയുള്ള ഒരു സീരീസ് തന്നെയാണിത്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ രാത്രി 12 മണിക്ക് സീരീസ് റിലീസായപ്പോൾ തന്നെ കുത്തിയിരുന്ന് കണ്ടു തീർക്കുകയായിരുന്നു. കാരണം നമുക്ക് ഇത് നിർത്തിയിട്ട് പോകാൻ തോന്നുകയില്ല, അത്രയ്ക്കും എക്സൈറ്റിംഗ് ആണ്. സോ ഒറ്റ ഇരിപ്പിന് അതുകൊണ്ട് ഞാൻ ബിഞ്ച് വാച്ച് ചെയ്യുകയായിരുന്നു. തിരക്കഥ തന്നെയാണ് ഈ സീരീസിന്റെ മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ഈ അന്വേഷണത്തിന്റെ തുമ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അന്വേഷണത്തിന്റെ വാലാണ് എല്ലാത്തിലേക്കുമുള്ള വഴി തെളിക്കുന്നത് എന്ന് പറയാം. ഇതിന്റെ ആ ഒരു അന്വേഷണ രീതി, ആ ഒരു പ്രൊസീജിയേഴ്സ്, അത് ഭയങ്കര കിടിലനാണ്. തുടക്കത്തിൽ തന്നെ ഒരു ഡോഗിന്റെ കിടിലൻ സീക്വൻസോട് കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കിടുവായിട്ടാണ് തീരുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു എപ്പിസോഡിൽ പോലും എനിക്ക് ഒട്ടും ബോറടിച്ചില്ല, ലാഗ് അടിച്ചില്ല. ഫുൾ എൻഗേജിങ് ആയിരുന്നു. നമ്മൾ ഇങ്ങനെ എന്താണ് അതിന്റെ മിസ്റ്ററി എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും. എല്ലാ ആക്ടേഴ്സിന്റെ നല്ല പെർഫോമൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ നായ്ക്കൾക്കും വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ്. അവർ വരെ വളരെ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ക്രൂഷ്യൽ ഇൻഫർമേഷൻ തരുന്ന ഒരു ചെക്കനുണ്ട് ഇതിൽ. അവന്റെ പോക്ക് ഒരു CCTV വെച്ച് സെർച്ച് ചെയ്യുന്നതൊക്കെ പൊളിയായിരുന്നു. സാധാരണക്കാർക്ക് അതുപോലെ അറിയാത്ത കുറെ പോലീസ് പ്രൊസീജിയേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സീരീസ് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് കൂടിയാണെന്ന് പറയാം. ഒപ്പം കുറുക്കി കൊള്ളുന്ന ചില ഡയലോഗുകളും ഈ സീരീസിന്റെ പ്രത്യേകതയാണ്. ഫസ്റ്റ് സീസണിലുള്ള ലാലിന്റെയും അജു വർഗീസിന്റെയും ക്യാരക്ടേഴ്സ് ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇതിലുമുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അർജുൻ രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന SI നോബിളിനാണ്. നല്ല കലക്കനായിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ കിടുവായിരുന്നു. ഒപ്പം ഈ ക്യാരക്ടറിന്റെ നിരീക്ഷണ പാടവം, പുള്ളിക്ക് തോന്നുന്ന ചില ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഈ സീരീസിന്റെ പോസിറ്റീവ്സ് കൂടിയായിട്ട് മാറുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് അയ്യപ്പനായിട്ട് വന്ന ഹരിശ്രീ അശോകന്റേതാണ്. പൊളിയായിരുന്നു. ഒരു കിടിലൻ ക്യാരക്ടർ തന്നെയാണ് ഹരിശ്രീ അശോകന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇന്ദ്രൻസിന്റേത്. അദ്ദേഹം പതിവ് പോലെ ഒരു ഞെട്ടിപ്പിക്കുന്ന ക്യാരക്ടറിൽ തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. രഞ്ജിത്ത് ശേഖർ, നവാസ് വള്ളിക്കുന്ന്, ജിയോ ബേബി, ഷിബില ഫറ, നൂറിൻ ഷെരീഫ് തുടങ്ങിയവരും സീരീസിലുണ്ട്. ജിതിൻ സ്റ്റാനിസ്ലസ് ആണ് ഇതിന്റെ ക്യാമറ. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ പക്കായിരുന്നു. അതുപോലെ മഹേഷ് ഭുവനന്താണ് എഡിറ്റിംഗിൽ ഒരു നോൺ ലീനിയർ സ്റ്റൈൽ പിടിച്ചേക്കുന്നത് നന്നായിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ മിസ്റ്ററി മൂഡിന് ചേരും വിധം ഈ സീരീസിനെ തന്നെ എലിവേറ്റ് ചെയ്യുന്നത് ഹിഷാം അബ്ദുൽ വഹാബിന്റെ മ്യൂസിക് ആണ്. ഒപ്പം സൗണ്ട് ഡിസൈനും സൗണ്ട് മിക്സിങ്ങും എടുത്തു പറയണം. എനിക്ക് സീരീസിൽ വലിയ നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 12 മണിക്ക് സീരീസ് വന്നപ്പോൾ തന്നെ കുത്തിയിരുന്ന് ഒറ്റ ഇരിപ്പിന് കണ്ടു തീർക്കായിരുന്നു. അത്രയ്ക്കും എക്സൈറ്റ്മെന്റ് സീരീസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ആകെ മൊത്തം ടോട്ടലിൽ ഒരു കിടിലൻ ക്രൈം ത്രില്ലർ സീരീസ് ആണ് കേരള ക്രൈം ഫയൽ സീസൺ 2. ക്രൈം ത്രില്ലർ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും ഒരു മസ്റ്റ് വാച്ച് സീരീസ് ആണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സീരീസ് സ്ട്രീം ചെയ്യുന്നത്. ഈ സീസണിൽ 30 മുതൽ 35-40 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണുള്ളത്. പിന്നെ ചില തെറി, മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചതുകൊണ്ടും പിന്നെ ഇതിന്റെ തീമിന്റെ ഒരു പ്രത്യേകതയൊക്കെ കൊണ്ടും ഇത് 18+ ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കുഞ്ഞ് സ്പോയിലർ പോലെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. സീരീസ് കണ്ടവർ മാത്രം ഇത് കേട്ടാൽ മതി കേട്ടോ. ഇതിൽ ക്രൈം ചെയ്ത ഒരാളുണ്ട്. അയാൾ ചെയ്ത പ്രവൃത്തിയോട് എനിക്ക് യോജിപ്പില്ല, സൈക്കോത്തരമാണ്. എങ്കിലും അതിന് പ്രേരിപ്പിച്ച ഘടകം നമുക്കും ദേഷ്യം തോന്നും. എനിക്ക് അയാളോട് ഒരു സഹതാപം തോന്നിപ്പോയി. അതുപോലെ അയാളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. മിക്കവർക്കും പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത.